എല്ലാവർക്കും സ്വാഗതം. ശരണ്യയുടെ വീട്ടിലേക്ക് അങ്ങനെ പാർട്ടിയുടെ ആൾക്കാരോ അതോ ഇനി സമുദായക്കാരോ ആരോ 2 പേര് വരുന്നുണ്ട് കേട്ടോ. അവര് വന്നിട്ട് അവരിങ്ങനെ വീട്ടിലാരും ഇല്ലേ നമുക്ക് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അവിടെ വന്നിട്ട് പ്രഭാകര എന്ന് വിളിക്കുവേ. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ ഇറങ്ങി വരും. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ തന്നെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, ആ സ്വർണ്ണക്കടക്കാരൻ്റെ വീട്ടിലെ പെണ്ണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ലയെന്ന് പറയും. അവളെ നമ്മൾ അന്ന് വിരട്ടി വിട്ടതാണല്ലോ, ഇനി വരത്തില്ലായിരിക്കും എന്ന് പറഞ്ഞ് പിന്നീട് ശരണ്യയുടെ അച്ഛൻ അവരോട് അകത്തേക്ക് അങ്ങ് കയറാൻ പറയും കേട്ടോ. ഇരിക്കാനൊന്നും പറയുമ്പോൾ അവർ ഇരിക്കുന്നില്ല. അപ്പം അതെന്താ ഇരിക്കാത്തതെന്ന് ചോദിക്കും. ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു എന്ന് പറയും. എന്നിട്ട് പറയുകയാണ്, നാളെയാണ് കോടതി കൂടുന്ന ദിവസം. നാളെ ഇങ്ങനെ പ്രതികളെ തിരിച്ചറിയുന്ന ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് ഉണ്ടാവും. പരേഡായിട്ടുണ്ടാവില്ല, 4 പ്രതികളെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് 4 പ്രതികളെ വിട്ട് കളയരുത്, 4 പേരെയും തിരിച്ചറിയണം എന്നൊക്കെ പറയാണ് കേട്ടോ. പ്രത്യേകിച്ചും ആ സ്വർണ്ണക്കടക്കാരൻ്റെ മകനെ വിട്ട് കളയരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ശരണ്യ ചിലപ്പോൾ മൊഴി മാറ്റി പറയാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അവൾ മൊഴിയൊന്നും മാറ്റി പറയില്ല എന്ന് ശരണ്യയുടെ അച്ഛൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ മൊഴി മാറ്റി പറയരുത്, അയാളൊക്കെ ഇങ്ങനെ തൊഴിലാളികളുടെ ചോര ഊറ്റി കുടിച്ച അട്ടയാണ്, നമ്മുടെ കയ്യിലൊരു വടി കിട്ടുമ്പോൾ തിരിച്ചടിച്ചേക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് അത് മാത്രമല്ല, പാലായിലെ നമ്മുടെ ഓഫീസ് പുതുക്കി പണിയാൻ വേണ്ടി ഫണ്ട് ചോദിച്ച് ചെന്നപ്പോൾ അയാൾ 25,000 ഉലുവയാണ് എടുത്തു തന്നത്, 1,00,000 ചോദിച്ച സ്ഥാനത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം കൂടി ഉണ്ട് കേട്ടോ അവർക്ക്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതും കഴിഞ്ഞ് ശരണ്യനോട് സംസാരിക്കണം എന്ന് പറയും. മോളെ ഒന്ന് വിളിക്കാൻ പറയുവേ. അങ്ങനെ ശരണ്യയുടെ അച്ഛൻ ചെന്നിട്ട് ശരണ്യൻ്റെ റൂമിലേക്ക് ചെല്ലുവേ. അപ്പോൾ നിന്നെ കാണാൻ അവർ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ആരെയും കാണണ്ടെന്നാണ് കേട്ടോ ശരണ്യ പറയുന്നത്. ശരണ്യ അങ്ങനെ പറയുമ്പോൾ ശരണ്യയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, മോൾക്ക് എന്താ അവരോട് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യ പറയും, അവർ കാരണമല്ലേ അലീന ചേച്ചി ഇങ്ങോട്ട് വരുന്നത്, അവരല്ലേ വിലക്കിയത്, എനിക്ക് അലീന ചേച്ചീനെ കണ്ടാൽ മതി എന്ന് പറയും. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ പറയാണ്, ആ പേര് പോലും മിണ്ടി പോവരുത് എന്ന് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് വേണ്ടിയിട്ടാണ് അവർ സമരം നടത്തുന്നതും ഫണ്ട് പിരിക്കുന്നതും എല്ലാം, അല്ലാതെ ഇതിൻ്റെ പിറകെ നടക്കാൻ അവർക്ക് എന്താ തലയ്ക്ക് ഓളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും എന്നിട്ട് പറയുകയാണ്, അലീനയ്ക്ക് ഇങ്ങനെ ആളുകളെ മയക്കിയെടുക്കാനുള്ളൊരു മിടുക്കുണ്ട്, അതുകൊണ്ടാണ് മോളോട് അടുപ്പവും സ്നേഹവും കാണിച്ച് അവൾ മോളുടെ കയ്യിൽ നിന്ന് ഓരോന്ന് ചോർത്തിയെടുത്തത് എന്ന് പറയും. അപ്പോൾ ശരണ്യ പറയുന്നുണ്ടായിരുന്നു, അലീന ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും ചോർത്തിയെടുത്തിട്ടില്ല, എനിക്ക് കുറ്റബോധം തോന്നിയിട്ടാണ് ഞാൻ തുറന്നു പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ മോളത് പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മോള് അവരുടെ മുന്നിലൊന്ന് വന്ന് നിന്നാൽ മതി, മുഖം കറുപ്പിച്ചൊന്നും അവരുടെ അടുത്ത് വന്ന് നിൽക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ. അപ്പോൾ പിന്നെ ശരണ്യ അവിടുന്ന് അച്ഛൻ്റെ പിറകെ അവരുടെ അടുത്തേക്ക് ചെല്ലും കേട്ടോ. അപ്പോൾ ശരണ്യനോട് അവർ സംസാരിക്കുന്നത്, കോടതിയിൽ ചെല്ലുമ്പോൾ 4 പ്രതികളെയും തിരിച്ചറിയണം, ആരെയും വിട്ട് കളയരുത്, പ്രത്യേകിച്ച് ആ സ്വർണ്ണക്കടക്കാരൻ്റെ മകനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നിനക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നീട് അവർ നടത്തിയിട്ടുള്ള ഓരോ സമരവും അതുപോലെ തന്നെ ഫണ്ട് പിരിവും ഒക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ ശരണ്യനോട്. നിനക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഇവിടെ വന്ന് പറയാൻ കാരണം, ആ സ്വർണ്ണക്കടക്കാരൻ്റെ വീട്ടിലെ പെണ്ണ് ഇവിടെ വന്ന സമയത്ത് നിൻ്റെ വായിന്ന് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ പറയാൻ പാടില്ലാത്ത ഒരു കാര്യം അങ്ങനെ പുറത്തു പോയി, അത് ഞങ്ങൾ ആദ്യം മുതലേ തടഞ്ഞതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാവാതെ ഇങ്ങനെ ഒഴിവായി പോയി, അല്ലെങ്കിൽ അത് ഇങ്ങനെ പറഞ്ഞാൽ വലിയ പ്രശ്നമാവുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിൻ്റെ ശുദ്ധ മനസ്സുകൊണ്ടാണ് അത് പറഞ്ഞത് എന്ന് ഞങ്ങൾക്കറിയാം, ഇനി അതുപോലെ ഉണ്ടാവരുത്, കോടതിയിൽ ചെല്ലുമ്പോൾ 4 പേരെയും വിട്ട് കളയരുത്, മൊഴി മാറ്റി പറയരുത്, അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ അവൾക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഇതും കൂടെ പറയുന്നുണ്ട്. ഇത്രയും പറയാനാണ് ഞങ്ങൾ വന്നത്, എന്തായാലും ഞങ്ങൾ ഇറങ്ങാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോകും കേട്ടോ. അപ്പോൾ ശരണ്യ അച്ഛനെ നോക്കിയിട്ട് അവിടെ നിന്ന് റൂമിലേക്ക് നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ശരണ്യ റൂമിൽ ചെന്നിരിക്കുമ്പോഴേക്കും അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അച്ഛനും അവിടെ കസേര നീക്കിയിട്ട് ഇരിക്കും. എന്നിട്ട് ശരണ്യനോട് ചോദിക്കും, നീ എന്താ മോളെ അവരത്രയും പറഞ്ഞിട്ട് ഒന്നും അവരോട് തിരിച്ച് സംസാരിക്കാതെ ഇരുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്നാ പറയാനാന്ന് ചോദിക്കും കേട്ടോ. അവർ പറഞ്ഞതിന് ഒരു ഓക്കെ പറയായിരുന്നല്ലോ, ഓക്കെ സാറേ എന്ന് പറയായിരുന്നല്ലോ, അതൊന്നും പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവരെക്കുറിച്ച് അച്ഛൻ പറയുമ്പോഴും ശരണ്യ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് അവർ പറയുന്നത് അത്ര നല്ലതായിട്ട് തോന്നിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ഇങ്ങനെ ശരണ്യയുടെ മനസ്സ് ഇങ്ങനെ അലീന മാറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ശരണ്യ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മനസ്സ് എങ്ങനെ മാറ്റാനാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലീനയുടെ ആവശ്യം അതൊക്കെയാണല്ലോ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫോണൊന്ന് തരാൻ പറയുമോ ഗോപേട്ടൻ, അതിങ്ങനെ എത്ര ദിവസമായി വാങ്ങി വെച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ ശരണ്യ അച്ഛനോട്. അപ്പോൾ ഗോപൻ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അത് മനഃപൂർവ്വം തരാത്തത് തന്നെയാണ്, നാളെയാണ് കോടതി, അത് കഴിഞ്ഞിട്ട് തരാമെന്ന് പറയേ. അപ്പം നിനക്ക് ഫോൺ തന്നിട്ടുണ്ടെങ്കിൽ നീ അലീനേനെ വിളിക്കും എന്ന് പറയുമ്പോൾ, അലീന ചേച്ചിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ട് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് ശരണ്യ. അപ്പോൾ പറയും, നമ്പർ ബ്ലോക്ക് ചെയ്ത് തന്നാലും നീ മെസ്സേജ് അയക്കുമെന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട സമയമാണ്. അപ്പോൾ ഗോപേട്ടൻ ദുഷ്ടനാണ്, ക്രൂരനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശരണ്യ. അപ്പോഴാണ് അച്ഛൻ പറയുന്നത് നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട സമയമാണെന്ന്. നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട സമയമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഓമനക്കുട്ടനോടും അവൻ്റെ ഫോൺ ചോദിച്ചതാണ്, പക്ഷെ അവനും തന്നില്ല എന്ന് പറയേ. അപ്പോൾ ഓമനക്കുട്ടൻ പറയുന്നുണ്ടായിരുന്നു എന്നോട് ഗോപേട്ടൻ തരരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് തരാതിരുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അമ്മേനോടും പറയുന്നുണ്ട് കേട്ടോ ആ ഫോണൊന്ന് തരാൻ പറയും അമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഫോൺ അങ്ങ് കൊടുത്തേക്കിടാ, അവൾക്ക് ഇങ്ങനെ അവളോടും തിരിച്ച് രണ്ടുപേർക്കും സ്നേഹം ഉണ്ടായതുകൊണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോപൻ പറയുന്നത് അതിൽ വരുന്ന ചാറ്റൊക്കെ ഒന്ന് കാണണം, അവളിങ്ങനെ മടിയിലിരുത്തി ഇങ്ങനെ ലാളിക്കുകയല്ലേ അവൾ എന്നിങ്ങനെ മോശപ്പെട്ട രീതിയിൽ അങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പോൾ കോടതി കഴിഞ്ഞിട്ട് തരാമെന്ന് തന്നെയാണ് ഗോപൻ പറയുന്നത്. അപ്പോൾ നിന്നെക്കൊണ്ട് അവൾക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും, അതുകൊണ്ട് അവൾ നിൻ്റെ മനസ്സ് മാറ്റും, അതുകൊണ്ടാണ് ഫോൺ തരാത്തതെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോഴും ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട് മോളെ നീ അച്ഛനും നമ്മുടെ ആൾക്കാരും പറയുന്നത് അനുസരിക്ക്, ഇങ്ങനെ അവർക്ക് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അലീനയ്ക്ക് എന്താ ചെയ്യാൻ കഴിയുക, കുറച്ച് സ്നേഹവും അതുപോലെ തന്നെ ആശ്വാസമൊക്കെ അല്ലേ തരാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് അത് മതിയായിരുന്നു, ജോലിയും ഒന്നും വേണ്ട, ഫണ്ടും ഒന്നും വേണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത് ശരണ്യ. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട് മോളെ അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ശരണ്യ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, പക്ഷേ അവരാരും അത് കേൾക്കുന്നില്ല കേട്ടോ. പിന്നീട് ശരണ്യയുടെ അച്ഛൻ പറയുകയാണ് അവൾ കുറച്ച് സമയം കിടക്കട്ടെ, നമുക്ക് ഇവിടുന്ന് പോവാം, അവളെ ശല്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ പാട്ടിനങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. അലീനേനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ശരണ്യയുടെ മനസ്സ് അവൾ മാറ്റും എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എൻ്റെ മനസ്സ് എങ്ങനെ മാറ്റാനാന്ന് ശരണ്യ ചോദിക്കുന്നുണ്ട് അച്ഛനോട്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ പറയുകയാണ് എങ്ങനെ ജീവിതം തന്നെ വേണ്ടാന്ന് പറഞ്ഞ് കിടന്നിരുന്ന നിന്നെ അവളിങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ലേ, അവൾ അത്രയും മാറ്റിയെടുത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ശരണ്യയുടെ അച്ഛൻ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കിടന്നാൽ മതിയായിരുന്നോ എന്ന് തിരിച്ചും ശരണ്യ ചോദിക്കുന്നുണ്ടായിരുന്നേ. അത്രയൊക്കെ ചെയ്ത അലീന ഇനിയിപ്പോൾ ശരണ്യനെ കൊണ്ട് മൊഴി മാറ്റി പറയിച്ചാലോ എന്നുള്ള പേടി കൊണ്ടാണ് കേട്ടോ അവർ അലീനേനെ വിലക്കിയിട്ടുള്ളത്. അപ്പോൾ അത് അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ. പിന്നീട് ശരണ്യാണെങ്കിലും അച്ഛനൊക്കെ അവിടുന്ന് പോകുന്ന സമയത്ത് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ തകർന്നിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കമല ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മനു പുറത്ത് പോയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ കമല ചെടി നനയ്ക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് നനയ്ക്കാൻ തോന്നിയല്ലോ എന്നിങ്ങനെ പറയുവേ. അപ്പോൾ കമല ചോദിക്കുകയാണ് ഞാൻ ഇങ്ങനെ എനിക്കിവിടെ ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു, എൻ്റെ മകൻ ജയിലിലായതോടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു മനസ്സമാധാനം വേണ്ടേ എന്നൊക്കെയായിട്ട് പറയുന്നത്. അപ്പോൾ മനു അറിയും അനുഭവിച്ചോ, അമ്മയല്ലേ അവൻ്റെ എല്ലാ ഇങ്ങനെ പോക്രിത്തരത്തിനും കൂട്ടുനിന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ മനു അപ്പോൾ നീ ഇങ്ങനെ എന്താ പറഞ്ഞു വരുന്നത്, ഞാൻ അവൻ്റെ എല്ലാ പോക്രിത്തരത്തിനും എന്ത് പോക്രിത്തരത്തിന് കൂട്ടുനിന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ആൺമക്കളാവുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ കുസൃതിയൊക്കെ കാണിക്കും, അതിനെല്ലാത്തിനും അവരെങ്ങനെ ശാസിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയട്ടെ. എന്നിട്ട് ചോദിക്കും നീ ബാലചന്ദ്രനെ കാണാൻ പോയിട്ട് എന്തായി എന്ന് നോക്കിയേ. അപ്പോൾ ബാലചന്ദ്രൻ അങ്കിള് അവിടെ ഇല്ല എന്ന് പറയട്ടോ. പിന്നെ അയാൾ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അമ്മേനോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ അങ്കിൾ എറണാകുളത്തിന് പോയി എന്നുള്ളത് എന്ന് പറയൂട്ടോ. അലീനയുടെ അനിയത്തിനെ അവിടേക്ക് അനിയത്തി പാലാരിവട്ടത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അവിടേക്ക് പോയി എന്ന് പറയൂട്ടോ. അപ്പോൾ രോഹിത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബാലേന്ദ്രൻ അങ്കിൾ അങ്ങോട്ട് പോയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ആ നരന്ത് പെണ്ണിനെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് കേട്ടോ കമല ചോദിക്കുന്നത്. അപ്പോൾ രേവതിക്കുട്ടിയല്ല മാമച്ചനങ്കിളിനെയും ഗ്രേസമാൻറ്റിയെയാണ് കാണാൻ പോയിട്ടുള്ളത്. അവരിങ്ങനെ പിടിപാടുള്ള ആൾക്കാരാണ്. അന്ന് അലീന സ്റ്റേഷനിലായ സമയത്ത് അവരാണല്ലോ ഇടപെട്ട് അലീനെ പുറത്തിറക്കിയത് എന്ന് പറയുമ്പോൾ കമല പറയാണ് എന്നാൽ പിന്നെ നമ്മുടെ ഹരീനെ കൂടെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ബാലേന്ദ്രനോട് ഒന്ന് ചോദിച്ചു നോക്കാമോ എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ മനുവാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അമ്മ തന്നെ അങ്ങ് ചെന്ന് ചോദിച്ചു നോക്ക്, അടിച്ചിറക്കി വിടും ബാലേന്ദ്രൻ അങ്കിളെ എന്ന് പറയുമ്പോൾ കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണമല്ലോ എന്നാണ് കേട്ടോ കമല പറയുന്നത്. എന്നാൽ പിന്നെ കഴുത പോയി കാല് പിടിച്ചോ, കിട്ടുന്ന തൊഴിയും പോയി അങ്ങ് മേടിച്ചോ എന്ന് പറയുന്നിട്ട് അവിടുന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് അച്ഛൻ എവിടെയെന്ന്. അച്ഛൻ അകത്തുണ്ട്, ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരെയാണ് എന്തിനാണ് എന്ന് ആർക്കറിയാമെന്ന് അറിയും കേട്ടോ. എന്നിട്ട് മനു അങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി പോവും. അപ്പോൾ കമല പറയാണ് എൻ്റെ മകനെ രക്ഷിക്കാൻ ഇനി ഞാൻ ആരോടാണ് പറയേണ്ടത് ദൈവമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് മനുവിൻ്റെ പിറകെ അകത്തേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് ശിവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കമ്പനി മാനേജർ ആരോ വിളിക്കുകയാണ്. അപ്പോൾ ലീവ് ഇനി നീട്ടാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്, തിരിച്ചു വരാനാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ശിവൻ അവരോട് പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്ക്, ഇവിടെ ഞാൻ നാട്ടിൽ ഇങ്ങനെ ഒരു കേസിൽ പെട്ട് കിടക്കുകയാണ്, അതിങ്ങനെ ഇതാക്കാതെ എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ലീവ് നീട്ടി വെക്കാനൊന്നും പറ്റില്ലെങ്കിൽ ജോലി പോകുന്നൊക്കെയാണ് പറയുന്നത്.
അത് കഴിഞ്ഞ് കോള് കട്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് പിന്നെ മനുവിനോടും കമലേനോടും പറയുന്നുണ്ടായിരുന്നു, ലീവ് ഇനിയിപ്പോൾ ഇങ്ങനെ നീട്ടി വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ജോലി പോകുന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. അല്ലാതെ പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടെ, അല്ലാതെ ഇപ്പം ഞാൻ എന്നാ ചെയ്യാനാന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ കമല ശിവനോട് പറയാണ്, നിങ്ങൾ എന്നാ ചെയ്യാനാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വീട്ടിനുള്ളിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്ക്. ബാലേന്ദ്രൻ കണ്ടോ ഇപ്പം ഇങ്ങനെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എറണാകുളത്തിന് പോയിരിക്കുകയാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ മനു വേണമെങ്കിൽ ഇങ്ങനെ മനുവിനോട് ചോദിച്ചു നോക്ക് എന്ന് പറയും. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ബാലേന്ദ്രൻ അങ്കിള് മാമച്ചൻ അങ്കിളെയും ഗ്രേസമ്മ ആൻറ്റീനെയും ഇങ്ങനെ കാണാൻ പോയതാണ്, രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയതാണെന്നൊക്കെ മനു പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് കമലയാണെങ്കിലും ഓരോന്ന് കളിയാക്കുന്ന പോലെയാണ് കേട്ടോ ശിവനിട്ട് ഓരോന്ന് പറയുന്നത്. അപ്പോൾ ശിവനാണെങ്കിലും സൈ കെട്ടിട്ട് കമലേനോട് പറയുന്നുണ്ടായിരുന്നു, മക്കൾ ഓരോ തോന്നിയാസം ഇങ്ങനെ കാണിച്ചു വെക്കുന്നതിന് പരിഹാരം കാണാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ദേഷ്യപ്പെട്ട് പറയുമ്പോൾ, എന്നാൽ പിന്നെ മകൻ അവിടെ ജയിലിൽ കിടന്ന് നരകിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണേണ്ടവരൊക്കെ പോയി കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അങ്ങനെ കാണേണ്ടവരൊക്കെ കണ്ടില്ലേ എന്ന് ശിവൻ പറയുന്നുണ്ട്. പോലീസുകാരെയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെയും വക്കീലന്മാരെയും എല്ലാവരെയും കണ്ടു. എല്ലാവർക്കും ഇങ്ങനെ ലക്ഷങ്ങളാണ് എണ്ണി കൊടുത്തത്, പിന്നീട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല, എല്ലാം ശരിയാവും നടക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ കമല പറയാണ്, നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് എണ്ണി കൊടുത്തുകൊണ്ട് കാര്യമൊന്നുമില്ല, നല്ല പിടിപാടുള്ള ആരെങ്കിലും പോയി കാണുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ശിവനും ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ ഇങ്ങനെ എന്നെക്കൊണ്ട് കടും കൈയൊന്നും ചെയ്യിപ്പിക്കരുത് കമലയെന്നും പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മനുവിൻ്റെ അടുത്ത് വന്നിട്ട് ശിവൻ ചോദിക്കുന്നുണ്ട്, മനു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് നേരത്തെ ചെയ്യുമായിരുന്നില്ലേ അച്ഛാ, ഇതിപ്പോൾ പെണ്ണ് കേസായി പോയില്ലേ, പുറത്തിറങ്ങിപ്പോയി നാലാളോട് പറയാൻ പറ്റുന്ന കാര്യമാണോ, നാണക്കേടല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കമല പറയാണ്, കൂടപ്പിറപ്പിനെയും മകനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നാണക്കേടും മാനക്കേടൊന്നും നോക്കില്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഈ ബാലേന്ദ്രന് ഈ പറയുന്ന നാണക്കേടും മാനക്കേടും ഒന്നുമില്ലേ, എന്നിട്ട് ഇപ്പോൾ അയാൾ എറണാകുളത്തിന് പോയിരിക്കുകയല്ലേ ഇങ്ങനെ രോഹിത്തിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അയാൾ ഓടി നടന്ന് എന്തായാലും രോഹിത്തിന് ജാമ്യം കിട്ടും, രോഹിത് രക്ഷപ്പെടും, അപ്പോഴും നമ്മുടെ മകൻ അവിടെ കിടക്കും എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അതാണപ്പോൾ അമ്മയ്ക്ക് വലിയ വിഷമം എന്നും ചോദിക്കുന്നുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഹരി സ്വന്തം മകൻ ജയിലിൽ കിടന്നാലും രോഹിത് രക്ഷപ്പെടരുത്, അതല്ലേ അമ്മയുടെ മനസ്സിൽ. എന്തായാലും നല്ല തങ്കപ്പെട്ട മനസ്സ് എന്നൊക്കെ പറഞ്ഞ് മനു ആണെങ്കിലും കളിയാക്കുന്നുണ്ട്. അപ്പോൾ കമല പറയാണ്, ഞാൻ അങ്ങനെയാണ് അവിടെ മനു പറഞ്ഞത്, എനിക്ക് എൻ്റെ മകൻ രക്ഷപ്പെടണം അത്രയേ ഉള്ളൂ, അതുപോലെ തന്നെ രോഹിത്തിൻ്റെ ഒരു പടി മുകളിലായിരിക്കണം നമ്മുടെ മകൻ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അവൻ ഇങ്ങനെ രക്ഷപ്പെടുമോ രക്ഷപ്പെടാതിരിക്കുമോ ജയിലിൽ കിടക്കുമോ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നൊക്കെയാണ് കമല പറയുന്നത് കേട്ടോ. പിന്നീട് ശിവനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നാളെയാണല്ലോ കോടതി, ഇനിയിപ്പോൾ എന്താവുമെന്ന് നോക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ വക്കീലിനെ കണ്ടില്ലേ എന്നൊക്കെ മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ വക്കീലും പറയുന്നത് ശരണ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും എന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ ബാലേന്ദ്രൻ ആരെ പോയി കണ്ടിട്ടും കാര്യമൊന്നുമില്ല, ശരണ്യയുടെ മൊഴിയാണ് പ്രധാനം, വക്കീലും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരണ്യ മൊഴി മാറ്റി പറഞ്ഞാലേ ഇനിയിപ്പോൾ രോഹിത് ആയാലും ഹരി ആയാലും ഒക്കെ രക്ഷപ്പെടുള്ളൂ എന്ന് പറയുമ്പോൾ, എന്നാൽ ആ വഴി നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ശരണ്യനെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കാൻ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കമലയാണെങ്കിലും. അപ്പോൾ അതും ശ്രമിച്ച് നോക്കിയതാണ്, ആ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് 10 25 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ അവരതിന് തയ്യാറല്ല, അവർക്ക് വലിയ വീട്ടിലെ പയ്യന്മാരെ ഇങ്ങനെ നാണം കെടുത്തണം എന്നൊക്കെയാണ് കേട്ടോ ശിവൻ പറയുന്നത്. അപ്പോൾ അവർ അത് പറയുന്നതിലും കാര്യമില്ല അച്ഛാ, നമ്മുടെ ഭാഗത്ത് തന്നെ അല്ലേ തെറ്റ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ മനു. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അവർക്ക് എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ, പക്ഷേ അവർക്കത് വേണ്ട, അതുപോലെ തന്നെ പാർട്ടിക്കാരും സമുദായക്കാരും എല്ലാവരും അവരുടെ കൂടെയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ശരണ്യ മൊഴി മാറ്റി പറഞ്ഞാലേ രക്ഷയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ നാളെയല്ലേ കോടതി കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറയും കേട്ടോ ശിവനും അതുപോലെ തന്നെ മനു. അപ്പോൾ മനു പിന്നെ അവിടുന്ന് ഫോൺ എടുത്തിട്ട് മുകളിലേക്ക് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. ശിവനാണെങ്കിലും എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നു കാണിച്ചാട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.